പ്രകൃതി ദുരന്തങ്ങളും ഇവിടെ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല, ഇവിടെ പൊലിഞ്ഞുപോയ ആയിരങ്ങൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ അഭിനയ ശ്രമമാണ്. നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഇത് ജീവിതം. ഇപ്പോൾ കിട്ടിയ വാർത്ത, വയനാട് മുണ്ടക്കൈ ചൂരൽ മല പ്രദേശങ്ങളിൽ അതിതീവ്ര മഴ. ജനങ്ങൾ അതിജാഗ്രതയോടെ വർദ്ധിക്കേണ്ട സമയമാണ്. 24 മണിക്കൂറിനുള്ളിൽ ഉരുൾപൊട്ടലിനും സാധ്യത. ജനങ്ങളെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചൂരൽമലയിലെ ഒരു വീടിലെ അകത്തളത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മഴ പെയ്യുന്നതല്ല, നശിച്ച മഴ എല്ലാം കൊണ്ടേ പോകുന്നു. മോനെ, നിങ്ങൾ എവിടെ പോയി കിടക്കുക? പോയിട്ടുണ്ട്. അവളെനിക്ക് കാണുന്നില്ലല്ലോ. എന്താ മനുഷ്യൻ നിങ്ങൾ കിടന്ന കാലത്ത് അവരുടെ കാര്യത്തിന് വേണ്ടി പോയതല്ലേ? ഈ കടത്ത കോണും മഴക്കും അവൻ എങ്ങനെയുണ്ട്? നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാതെ ഞാൻ എത്ര നെഞ്ചിൽ തീ കൊണ്ടാണെന്ന് കഴിഞ്ഞറിയാവോ? ആ പെണ്ണിന്റെ കല്യാണം നിശ്ചയിച്ചത് നിങ്ങളറിയില്ലേ? അവളുടെ കല്യാണമല്ലേ അടുത്ത മാസം. അവളാണെങ്കിൽ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കും. അവള് വല്ലതായിരുന്നു കാര്യം. എനിക്ക് ആവുന്നതാണെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിക്കണ്ട. എന്റെ പേര് ആകെ പുരത്തിലേക്ക് അതാരാ? നിങ്ങളെന്താ ഈ ബേജാറായിട്ട് നിൽക്കുന്നത്? നിങ്ങൾ കാര്യമൊന്നും അറിയുന്നില്ലേ? കംപ്ലീറ്റ് ആളുകൾ കുന്നിന്റെ മേലെ അങ്ങോട്ട് ഒഴിപ്പിക്കുക. നിങ്ങൾ ഇവിടെ തന്നെ കൂടുക. അല്ലിപ്പാ മോനുള്ള തരുതൽ ഓൻ എന്റെ കയ്യിൽ കായിക തന്നിട്ടില്ല. എത്ര തുകയാണ് വേണ്ടത്? ഓമുക്കായിണ്ടാക്കാൻ പോയതാ. മോളാണ് നേരത്തെ മാസം അയിണ്ടാക്കാൻ പോയത്. ഞങ്ങളായമ്പം വരൂ. അത് പഠിക്കില്ല. ഇവിടുത്തെ ഇറങ്ങിയാണല്ലേ ഭാരതം വരാതെ നമ്മൾ നിങ്ങൾക്ക് തോന്നണ്ട. ഇറങ്ങില്ല നാണിയേ. നിങ്ങൾ കുറച്ച് കാലം കൂടെ ക്ഷണിക്ക്. എന്റെ മൂന്ന് പണ്ടാക്കാൻ പോയതല്ലേ നടത്തണ്ടേ? നിങ്ങൾ ക്ഷമിക്ക്. ഞങ്ങൾക്ക് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ ഇറങ്ങാണ്ട് കഴിഞ്ഞാല് നിങ്ങളും ഉണ്ടാവില്ല, ഈ പൊരയുണ്ടാവില്ല. ഞാൻ പോവാ. ഈ സമയം താഴ്വാരത്തെ ഒരു ചായക്കട. രാജേട്ടാ രാജേട്ടാ, ഒരു അച്ഛന് ചൂടൻ ചായ എടുത്തേ. എടാ നീ എന്ത് വർത്താനാ പറയുന്നത്? ഇത് ചോർന്ന് വെച്ചിട്ട് അടുത്തും തിരിയും എല്ലാം കെട്ടിരിക്കുക. വലിയ പൂച്ച മഴയിലേ വരാൻ പോകുന്നത്. നീ പാട്ടായിട്ടില്ലേ? ഇന്ന് ഇങ്ങോട്ടും ആകെ പ്രശ്നമാണ്. അല്ല ആകെ പ്രശ്നമാണോ? അപ്പൊ നമ്മൾ താഴ്വാര കളിച്ചു പോകില്ലേ? ഒളിച്ചു പോയിട്ടില്ല. രാജേട്ടാ രാജേട്ടാ, അറിഞ്ഞില്ലേ? നമ്മളെ കൃഷ്ണാട്ടന്റെ മോൻ പാലം പൊട്ടിപ്പോയി ഒളിച്ചുപോയി. അയ്യോ, ആ കൃഷ്ണാട്ടൻ അനുസരിച്ച് ഇതുവരെ കുന്നിന്റെ മോളം കൊണ്ട് താഴ്ത്ത് അറിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്താ ചെയ്യാ? നമ്മൾ അങ്ങോട്ട് പോയാലോ? അയ്യോ, ആ ചെക്കനാണ് വിളിച്ചും പോയെന്ന് പറയാതെ എന്താ ചെയ്യും ഇപ്പൊ? അയ്യോ. സമയം സന്ധ്യയോടെടുത്തു. കൃഷ്ണാട്ടന്റെ വീട്. നാളെ തുടങ്ങിയിട്ട് കാണില്ല. അവനവിടെ എന്താ ചെയ്യാ? നാണി ഇവർ അടിപൊളിയാണ്. എന്താ വീട് കുലിക്കുന്ന പോലെയൊക്കെ തോന്നുന്നല്ലോ. അയ്യോ അയ്യോ, വീട് കുലിക്കാണ്. അയ്യോ നാണി
അമ്മോ പൊട്ടി വീഴാണല്ലോ. അയ്യോ മാറി 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 മാറി. നമ്മുടെ ചന്ദ്രി വീട്ടിൽ എവിടെ ഇപ്പോൾ കിട്ടിയ ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ആയിരക്കണക്കിന് ആളുകൾ ഒലിച്ചുപോയതായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ കിട്ടിയ വാർത്തയാണ്. നമുക്ക് അഭയാർത്ഥി ക്യാമ്പിൽ നമ്മുടെ കേരളമാൻ രാഹുലിനോടൊപ്പം കണ്ണൻ നായരുണ്ട്. അഭയാർത്ഥി ക്യാമ്പിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വരുൺ, ഞാനിപ്പോൾ അഭയാർത്ഥി ക്യാമ്പിലാണുള്ളത്. നമ്മുടെ ഒറ്റപ്പെട്ടുപോയ കൃഷ്ണൻ നായരുടെ നാൻസമയുടെ ഏകമകൾ രാധ ഇവിടെ ക്യാമ്പിലുണ്ട്. നമുക്ക് അവിടെ നിന്ന് കാണാം. ദുരന്തത്തിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് കൈകരുതേകുവാൻ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം.